സമ്മേളനമേ എന്ന പറഞ്ഞാണ് ജില്ലാ എക്സിക്യൂട്ടീവ് കൂടി അംഗീകരിച്ച പ്രമേയങ്ങളാണ് ജില്ലാ സമ്മേളനത്തിൽ വയ്ക്കുന്നത്. സംഘടനയുടെ നിയമാവലി പ്രകാരം ജില്ലാ എക്സിക്യൂട്ടീവിനാണ് തീരുമാനം എടുക്കേണ്ട അധികാരം. അത് അതുകൊണ്ട് സംസാരിക്കുന്ന കാര്യമില്ല. സംഘടനാ നിയമാവലി എന്നാൽ എക്സിക്യൂട്ടീവിനാണ് ഡിസിഷൻ മേക്കിംഗ് കമ്മിറ്റി, അല്ല ജില്ലാ കമ്മിറ്റി. നിങ്ങളുടെ ചർച്ചയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് മറുപടി കൃത്യമായി നൽകും. അതിനെ സംബന്ധിച്ച് ഒരാൾക്കും ദോഷകരമായിട്ടുള്ള ഒന്നും പ്രമേയത്തിലില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം പ്രമേയമായി അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് സംഘടനയുടെ നിയമാവലി പ്രകാരം ഭരണഘടന പരിപാടി വായിച്ചു നോക്കണം. ആൾക്കൂട്ടത്തിന്റെ ബഹളമല്ല പോലീസ് സംഘടന, നിയമം മൂലം സംരക്ഷിക്കപ്പെട്ട സംഘടനയാണ്. ഒരു ജനാധിപത്യത്തിനാണ് അതിനൊരു വയലുണ്ട്. നിങ്ങൾ ബഹളം വന്നിട്ട് കാര്യമല്ല. പോലീസുകാരുടെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഓരോ ഒറ്റ വ്യക്തിയുടെ പേരിൽ മാത്രമാണ് പ്രമേയം അവതരിപ്പിക്കേണ്ടത്. അതേ മൊത്തം പോലീസുകാരെ ബാധകമാകുന്ന വിഷയത്തിലാണ് പ്രമേയം അവതരിപ്പിക്കേണ്ടത്. കേരളമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വിഷയം ഉണ്ടാകരുതെന്നാണ് പ്രമേയത്തിലുണ്ട്. അതിലെ പ്രമേയം ഒന്നാമത്തെ പ്രമേയം നിങ്ങൾ വായിച്ചു. എന്താത്? എത്ര പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്? എത്ര പോലീസ് സംസ്ഥാനത്തേക്ക് എത്ര പേര് ആക്രമണക്കാരുണ്ട്? നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല. അത്തരത്തിൽ ഒരാളുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ മുഴുവൻ പോലീസുകാരെ റെപ്രസെന്റ് ചെയ്യാണ് പോലീസ് സംഘടന. മുഴുവൻ ഒരു പോലീസുകാരുടെ ഇത്തരത്തിൽ സംഭവിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പോലീസുകാരനും അല്ലാതെ ഒരു പോലീസുകാരുടെ പേര് പറഞ്ഞ് മാത്രം നിങ്ങൾ പേര് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതിനു മുമ്പ് കാഴ്ച ശക്തിമായ വിഷയം അതൊക്കെ പേര് പറയുന്ന പോലീസുകാരനല്ലേ? നിങ്ങൾ ആ പേര് പേരെന്താ? അപ്പൊ മിലിറ്ററിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മേളനത്തിൽ ചെന്ന പ്രൊവോക്ക് ചെയ്തിട്ട് കാര്യമില്ല. സമ്മേളനത്തിൽ വേറെ കാണിച്ചിട്ട് കാര്യം പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ നോൺ വയലൻസ് സെക്ഷനിന്റെ കേസ് എടുത്തെന്ന് പറഞ്ഞാൽ അത് നമുക്കത് പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. പോലീസ് സംഘടനാ സമ്മേളനത്തിൽ പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആറിനെതിരെ പോലീസ് സംഘടന എങ്ങനെ പ്രമേയം അവതരിപ്പിക്കും? ഇതൊക്കെ ഒരു മിനിമം ഇത് വേണ്ടേ? പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന എഫ്ഐആറിനെതിരെ പോലീസ് സംഘടനാ സമ്മേളനത്തിൽ എങ്ങനെ പ്രമേയം അവതരിപ്പിക്കും?